അവധിക്കാലമാണ്. കുട്ടികൾ കൂടുതലും വീടുകളിൽ തനിച്ചാകുന്ന ഒരു സമയം കൂടിയാണിത്. അവർക്ക് വേണ്ട കരുതൽ മാതാപിതാക്കൾ പരമാവധി ഒരുക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണിത്. പലപ്പോഴും വീടുമായിട്ട് വളരെ അടുപ്പമുള്ള ആളുകളിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. കുട്ടികളിലെ അവബോധക്കുറവിനെയും അറിവില്ലായ്മയും ഇത്തരക്കാർ ഉപയോഗിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇത് കുട്ടി തിരിച്ചറിയണം അല്ലെങ്കിൽ നമ്മളോട് തുറന്നു പറയണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ലൈംഗിക അതിക്രമണം ചെയ്യുന്ന വ്യക്തി കുട്ടികളെ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് പേടിപ്പിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ രീതിയിലാകാം. ഇത് അവരുടെ തെറ്റല്ല. അവർക്ക് ഇത് എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ പോലും കഴിയുന്നുണ്ടാകില്ല. സോ പേരൻസ് ഈ കാര്യത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കുക. അതുപോലെ അവരെ ബ്ലെയിം ചെയ്യാൻ നിൽക്കരുത്. നീ എന്തിനാ പോയേ, മര്യാദയ്ക്ക് ഇവിടെ നിന്നെങ്കിൽ ഇതൊന്നും വരത്തില്ലല്ലോ. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞ് കുട്ടികളെ ഒരു ലൈഫ് ലോങ് ട്രോമയിലേക്ക് ദയവായിട്ട് തള്ളിവിടരുത്. കുട്ടിയുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാകുക, മിണ്ടാതാകുക, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ വേദന പ്രകടിപ്പിക്കുക, അകാരണമായി ഭയം ഉണ്ടാകുക, എല്ലാ കാര്യത്തോടും ഒരു ഹൈപ്പർ വിജിലൻസ്, ഉറക്ക പ്രശ്നങ്ങൾ, പ്രായത്തിന് മുകളിൽ ലൈംഗിക വിഷയങ്ങളിലുള്ള അറിവ്, ഇതൊക്കെ സൂചനകളാണ്. സ്ട്രേഞ്ചേഴ്സിൽ നിന്ന് നമ്മൾ എപ്പോഴും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ അടുപ്പമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് മോശം സമീപനം ഉണ്ടാകുമ്പോൾ നമ്മൾ അത് നോട്ടീസ് ചെയ്യത്തോലുമില്ല. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സംഭവിക്കുന്നത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അതിക്രമം ചെയ്യുന്ന ആള് വീട്ടിലെ എല്ലാവരുമായിട്ട് നല്ല അടുപ്പം പുലർത്തുന്ന ഒരാളായിരിക്കും. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അവര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. ഇത് എന്റെ തെറ്റായിരിക്കും എന്നൊരു സെൽഫ് ബ്ലെയിമിലേക്ക് അവർ പിന്നീട് എത്തും. ഈ ട്രോമയുടെ സ്വാധീനം അവരുടെ ഭാവിയെയും വളരെ മോശം രീതിയിൽ ബാധിക്കാം. വളർന്നു വരുമ്പോൾ അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ്, ഇന്റിമസിയോടുള്ള പേടി, അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസ്, ഇതൊക്കെ അവർ പ്രകടിപ്പിച്ചേക്കാം. ഇത് വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു വിഷയമാണ്. കുട്ടികൾക്ക് ബോഡി ഓട്ടോണമി പഠിപ്പിക്കുക, പറയേണ്ട സമയത്ത് നോ പറയുന്നത് അതിനി എത്ര വലിയ ആളുകളോടായാലും ഒരു തെറ്റല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ വിശ്വാസത്തിലെടുക്കുക, അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, അവരുടെ കൂടെ നിൽക്കുക, ചേർത്ത് പിടിക്കുക. താങ്ക് യു.